തന്നെയാടാ. എടാ തൽക്കാലം നീ രക്ഷപ്പെട്ടോ. സദാശിവൻ MLA നേരിട്ട് ഇടപെട്ട് ഇറക്കിയെന്നാ കേട്ടത്. എനിക്കിന്ന് ഹോസ്റ്റലിൽ കാണാൻ പറ്റും, നടക്കൊന്നുമില്ല. പിന്നെ എൻ്റെ പൊന്നു മോനെ വിട്ടോ, അറിയാലോ ഓൻ്റെ കൈത്തരപ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ളതാ. ഓനൊലത്തും ശരിയാ ചേപ്പി, ഒരാവശ്യത്തിന് ഓൻ്റെ മുന്നിൽ പോയി ചാടണ്ട. 2 ദിവസം കഴിഞ്ഞ് എല്ലാം തണുത്തോളും. ഓൻ എനിക്ക് അറിഞ്ഞൂടെ, ഓന് ഞാനിപ്പോൾ സംഘടന നിന്ന് പുറത്താ. സംഘടനയില്ലേ ഓൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് രണ്ടും പേടിയെങ്കിലേ ഞാൻ പോയിക്കോളൂ. അവർക്ക് 2 പേർക്കും അല്ല, പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും പേടിയാ. കൂടെ കൂട്ടാൻ പറ്റുമോ? ഒറ്റ ഓ മേടിച്ചിട്ട് വരട്ടെ. മടിച്ചു പറ്റ മനു, ഞാൻ പോലീസിനെ അടിച്ചു, ഒരുപാട് അടിച്ചു. 2 ദിവസം മൂത്രം പോയിട്ടില്ല. SFI ഞാൻ പുറത്തായി. ഇപ്പൊ കോളേജിലെ പിള്ളേറിനെ ഒരു ഗുണ്ടയായിട്ടാ കാണുന്നത്. എല്ലാറ്റിനും കാരണം നീയാ. നിന്നെ ഞാൻ വെറുതെ ശരി, പിന്നെ കാണാം. ഓട്ടടാ. സ്വപ്നക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമായോ? എന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ടോ? പരിചയപ്പെട്ട് വരുന്നു. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ശരി. എന്നെ ജയിലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് നീയോട് ഒളിപ്പിച്ച് കിടക്കാല്ലേ? ഇത് ഞാൻ നടത്തും. ഞാൻ ഏതായാലും മറ്റന്നാളെ കൊടുക്കാം. അപ്പൊ നീ എന്താ പറയുക? ഞാൻ ഇന്ന് തന്നെ കൊടുക്കും. എനിക്ക് മറ്റന്നാളൊന്നും സമയം ഉണ്ടാവും. ഷഹാന, 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 ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഞാനെന്തിനാ എന്നെ ഇങ്ങനെ ഓടിയെന്ന്? ഷഹാന, നീ ആ പൂജയും സംഘത്തിൽ പേടിച്ചിട്ടാന്നോ? അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇയാൾക്കറിയില്ലേ, കഴിഞ്ഞ വർഷം ഈ ദിവസത്തിലാണ് നമ്മുടെ ഇഷ്ടം നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞത്. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. വേണ്ട ഷാജു, എനിക്കിത് മേടിക്കാൻ കഴിയില്ല. എനിക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നടക്കില്ല. നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു. നിന്നവരെ വെറുതെ വിടില്ല. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ പറയുന്നേ. നമ്മുടെ പ്രണയം ഒരു ദുരന്തമാവാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. ഐ എം സോറി. ഷഹാന, 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 എന്നാലും നിനക്കറിയാത്ത പെണ്ണ് നിന്നറിയാന്ന് പറഞ്ഞാ അതന്നെ എനക്കും മനസ്സിലാവാതെ. ഓക്കെ ആള് മാറിപ്പോയതോ? ഇത് മറ്റേ ബന്ധം. മറ്റേ ബന്ധം? മുൻജന്മ ബന്ധം. ഓ, ഡാ, ഓൾ എന്നെ തേടി തന്നെ കോളേജിൽ വന്നതാ. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ പ്രണയത്തിൻ്റെ ഒഴുക്കിനെ പറ്റി? എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഫുൾ മൂളാന്നല്ലോ. ഇപ്പൊ നല്ല കോൺസെൻട്രേഷൻ ആണല്ലേ. ഓളെന്റെ മൂടും കൊണ്ടാണ് കോളേജിൽ വന്നേ. നിങ്ങൾ അറിഞ്ഞാ നമ്മളെ ഷാജഹാന്റെ പ്രേമം പൊട്ടിയടാ. അതെപ്പോ? ഇപ്പൊ പൊട്ടിയുള്ളൂ. ഇവന്റെ മൂട് തിരിച്ചിട്ടിരുന്നു. അപ്പൊ ഒന്ന് ചെയ്ഞ്ഞ് മറ്റൊന്നിന് വളാവെന്ന് പറയുന്നത് വളരെ കറക്റ്റല്ലേ? പോരാ, അതാ ഇവന്റെ മൂടും വന്നല്ലോ. കംപ്ലീറ്റ് മൂടാന്നല്ലോ. എന്താടി ഹാപ്പി അല്ലാത്ത? എന്തുപറ്റി? ശരത്തേട്ടാ, ആ പറ. ഇന്നലെ എന്നെ ഒരാൾ പെണ്ണാണ് വന്നിട്ടുണ്ടായിരുന്നു. ഓ, അതാണോ? ഞാൻ പേടിച്ചു പോയി. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത് അതുപോലെയൊന്നല്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടായിന്. നിനക്ക് ഇഷ്ടപ്പെട്ടാ? ആക്കല്ലേ, വീട്ടുകാരാണ് ഇപ്പൊ അയാളായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാനായിട്ട് പോന്ന. എന്താ ശരത്തേട്ടാ, ഇത് തമാശയല്ലേ? എടി, നിന്റെ സമ്പലാണ്ട് കല്യാണം നടക്കുവോ? ഇത് പഴയ കാലമല്ല. നമുക്ക് കുറച്ചെല്ലാം പേരിട്ടുണ്ട് നടക്കാം. നടക്കൂല ശരത്തേട്ടാ. എന്റെ വീട്ടിലിപ്പം കുറച്ച് പഴയ കാലം തന്നെയാ. നിങ്ങൾക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെ എന്നെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനാ? നാളെയാ? ആ അതെ. എടി, ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞ് ടൈം പാസ് വേണ്ടിട്ടാ? എടി, ഒരിക്കലും ഇല്ല. പക്ഷെ കല്യാണം എന്നൊക്കെ പറഞ്ഞാ അത് ഞാൻ
ശരത്തേട്ടോ, അച്ഛനില്ലാത്ത കുട്ടിയാ ഞാൻ. അമ്മാവന്റെ ചെലവിലാ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഓറ് പറയുന്നതല്ല എനിക്ക് അനുസരിക്കണം. മറ്റന്നാളാണെങ്കിൽ ഓരോർക്ക് വാക്ക് കൊടുക്കാൻ പോന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടക്കില്ല. എൻ്റെ വീട്ടിലെ ചേട്ടന്മാർ പോലും കല്യാണത്തെ പറ്റി തിരിച്ചു ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുന്നേനുവാ? പറയടാ, നിനക്ക് എന്താണ് എന്നെ കല്യാണം കഴിച്ചാല്? പറയടാ ചേട്ടേ. എടാ വന്നേ. ഇവിടുന്ന് പതുക്കെ പറ, ഒറ്റയ്ക്കല്ലേ? നീ ഒന്നും പറയണ്ട. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ എന്നെ വഞ്ചിക്കുമല്ലേ? നിന്നെ ഞാൻ കൊല്ലടാ. എടാ എന്താ പറ്റി? ഓള് പോയടാ. അപ്പൊ നിന്റെ പ്രേമം പൊട്ടിയാ? ഇപ്പൊ എന്താ പ്രേമല്ല ഇങ്ങനെ വേഗം പൊട്ടുന്നു? ഇപ്പൊ പെൺകുട്ടികള് ചീത്ത പറഞ്ഞ കരച്ചിൽ വരും. എനിക്ക് അനുഭവമുണ്ട്. ഹായ് ജെപ്പി. സ്വപ്നം ഇവിടെ ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന. ആണോ? ജെപ്പി, എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ, മാറിക്കടാ. അല്ലെങ്കിൽ തന്നെ സംഘടന വർക്ക് ചെയ്യാൻ പിള്ളേരെ കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ ഒരുത്തം സംഘടന വിട്ട് എങ്ങനെയാ പ്രേമിക്കണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും ദേ പോണ്. എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിനക്ക് വിഷമില്ലേ? നിനക്ക് വിഷമില്ല? ചെറുതായിട്ട്. നിനക്കുണ്ടല്ലോ. ആ അപ്പൊ എനിക്കുണ്ട്. സ്വപ്നക്ക് എങ്ങനെ എന്നെ അറിയാം? അത് പിന്നെ പറയാം. സ്വപ്ന, ഇത് ചന്തു, ഇത് ശരത്ത്. ഹലോ. ഹായ്. എടാ എന്തെങ്കിലും സംസാരിക്കടാ. എന്താ പറയാ, ഇവരാണ് ഈ കോളേജിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. എടാ നിങ്ങൾ എന്താടാ ഇങ്ങനെ? എന്തെങ്കിലും സംസാരിക്കേ. സപ്ന പോളിസി എടുത്തിട്ടുണ്ടോ? കുട്ടീനെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു പോളിസി. ഓന് ചെറിയ പോളിസിന്റെ പ്രശ്നം. ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞാലേ നടക്കുള്ളൂ. എടാ കോളേജിലൊക്കെ ആകെ പരിചയമുള്ള എന്നെ മാത്രം. എടാ എന്നിട്ടോള് പറഞ്ഞാ നിന്നെ ഇഷ്ടാന്ന്. എടാ ഇനി എന്തിനു പറയണം? അവളെ കളിയും ചിരിയും കണ്ടോടെ എന്നെ ഇഷ്ടം. നീ ആദ്യം അവളെ വിളിക്ക്, എന്നിട്ട് ഇഷ്ടമാണെന്ന് ചോദിക്കും, എന്നിട്ട് മതി സ്വപ്നം കാണുന്നത്. എടാ അതിനൊക്കെ ഫോണില്ലല്ലോ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. എടാ ഓളൊരു പ്രത്യേക ടൈപ്പാ. അത് ശരി. എന്തായാലും നാളെ നേരിൽ കാണുമ്പോ അപ്പൊ ചോദിക്കാം. അതെ, അതെ. അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖ. ചോദിക്കണോ? അല്ലേ ഇവന്റെ അവസ്ഥയായി പോകും. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾക്കേവർക്കും സിറ്റി വിഷന്റെ മധുരം മലയാളത്തിലേക്ക് സ്വാഗതം. മധുരം മലയാളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ SN കോളേജിലാണ് ചിത്രീകരിക്കുന്നത്. കാമ. നമസ്കാരം, മധുരം മലയാളത്തിലേക്ക് സ്വാഗതം. എന്താണ് കുട്ടിയുടെ പേര്? ഒന്ന് പോയി ചേട്ടാ. അവിടെ കുറച്ച് തരുണി മണികളുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് എവറിബഡി. എല്ലാവർക്കും മധുരം മലയാളത്തിലേക്ക് സുസ്വാഗതം. മധുരം മലയാളത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മലയാളത്തിൽ മാത്രം മറുപടി പറയുന്നവരെ മധുരം മലയാളത്തിന്റെ വിജയായി പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ. ആദ്യം ആരോടാണ് ചോദിക്കേണ്ടത്? അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഏടിയും പോയി ഇറങ്ങുക, തുടങ്ങുക. ശരി, നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. എന്താണ് പേര്? റോഷൻ. റോഷൻ. റോഷന്റെ ഇനീഷ്യൽ എന്താണ്? ഇനിഷ്യൽ KP. ഓ, താങ്കൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഹൗ സഡൻ? ഇനീഷ്യൽ എന്നത് ഇംഗ്ലീഷാണ്, KP എന്നത് ഇംഗ്ലീഷാണ്. ഈ KPക്ക് എന്താ മലയാളം? കാപ്പ. കോപ്പ. നീ അവളെ വിളിച്ച് കാര്യം പറ. ഇപ്പൊ പറ്റില്ല. നീ പറയണ മീഡിയ കറക്കെ പോട്ടെ, എന്നിട്ട് സമാധാനത്തിൽ പറയാം. എന്ത് ചിരിയല്ലേ, നല്ല പാല് പോലത്തെ ചിരി. അടുത്തത് ആരാണ്? നെക്സ്റ്റ് ആരുല്ലേ? ഞാൻ പറയാം. അതാണ്, ധൈര്യത്തോടെ മുന്നോട്ട് വരും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്താണ് പേര്? സ്വപ്ന. സ്വപ്നയുടെ എന്തിനു പഠിക്കുന്നു? 2ാം വർഷ ബിരുദം, ഊർജ്ജതന്ത്രം. അപ്പൊ സ്വപ്നയുടെ ഹോബീസ് എന്തൊക്കെയാണ്? നല്ല ചലച്ചിത്രങ്ങൾ കാണും, പിന്നെ വായന, പാട്ട്. സ്വപ്ന ലഞ്ച് എവിടെ നിന്നാണ് കഴിക്കാറുള്ളത്? ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഈ കലാലയത്തിന് ഭോജനശാല ആടുണ്ട്, അപ്പൊ പിന്നെ അവിടെ നിന്ന് കഴിക്കും. ഭോജനശാലയാ? ഞാനിതൊക്കെ ആദ്യമായിട്ട് കവിയാണത്രേ, കവി. നമ്മുടെ സ്വപ്ന വിജയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിൽ മാത്രമാണ് സ്വപ്ന ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അവസാനമായി 2 ചോദ്യങ്ങൾ. സ്വപ്ന, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഈ സൗഹൃദം, ഈ ബന്ധം, കൂട്ടായ്മ, പിന്നെ ഇതിനിടയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നത് എന്താണ്?
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നത് പ്രണയത്തെയാണ്. പ്രണയത്തോടും പ്രണയിക്കുന്നവരോടും എനിക്ക് അറപ്പാ. ഓ മൈ ഗോഡ്, അപ്പൊ കുട്ടി ആരെങ്കിലും പ്രേമിച്ച? അയാളെ ഞാൻ കൊല്ലും. നീ ഇപ്പൊ പറയുന്നത് നന്നായി. കൊന്നുകളഞ്ഞാലേ ഉള്ളൂ. ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിൽ മാത്രം ഉത്തരം പറഞ്ഞ സബ്നിയെ വിജയായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ചോദ്യവുമായി അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുന്നേ a short break. ഏറ്റവും കൂടുതൽ വെറുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നൊരു ത്രില്ലില്ലേ, അതുണ്ട്. നീ നോക്കൂ, ഇവളെ ഞാൻ ഇഷ്ടപ്പെടുത്തും. എന്നാ പിന്നെ നമുക്ക് ഭോജനശാല പോയി ഒരു ചായ കുടിച്ചാലോ? ചായ മാത്രം പോരാ, ഉണ്ടം പൊരിയും വേണം.